ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട +1 +2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സാണ് ഈ ഒരു സെഷനിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ സാധാരണ +2-ൽ നമുക്ക് ഫുൾ ചാപ്റ്റേഴ്സ് ക്രിസ്മസ് എക്സാമിന് വരുന്നുണ്ട്. ആകൊറ്റ ചാപ്റ്ററാണ് അതിൽ നിന്ന് എക്സെപ്ഷൻ കേസായിട്ട് നിൽക്കുന്നത്, അതായത് ലാസ്റ്റ് യൂണിറ്റിലെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. അപ്പോൾ +2-ലെ ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യണമെന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ +1-ൽ റെക്ക് ഓഫ് ടൈറ്റാനിക് ആ ഒരു ചാപ്റ്റർ വരെയാണ് നമുക്ക് +1-ലെ ക്രിസ്മസ് എക്സാമിന് വരിക. അപ്പോൾ അതുവരെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ നന്നായിട്ട് പഠിക്കണം. ഇനി ഏതൊക്കെയാണ് +2-ൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രതീക്ഷിക്കപ്പെടാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പോയം കമ്പാരിസൺ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് നമ്മുടെ +2-ലെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പോയം, അതേപോലെ തന്നെ അതുമായി കണക്റ്റഡായ വേറൊരു പോയം, ദാറ്റ് മീൻസ് ഔട്ട് ഓഫ് ടെക്സ്റ്റ് ബുക്കിലൊരു പോയം. അങ്ങനെ ഈ 2 പോയത്തിൻ്റെയും തീം ഏകദേശം സെയിം ആയിരിക്കും. അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് എഴുതുക. അപ്പോൾ പോയം കമ്പാരിസൺ എന്തായാലും വരും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട്. പിന്നെ നമുക്ക് വരുന്നതാണ് ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂം, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ സ്പീച്ച്, ആർട്ടിക്കിള്, ബ്ലോഗ്, ബ്ലർബ്, അതേപോലെ തന്നെ ഇമെയിൽ റൈറ്റിംഗ്, റൈറ്റപ്പ്, ക്യാരക്ടർ സ്കെച്ച്, പിന്നെ ഒരുപക്ഷെ പ്രൊഫൈൽ മേക്കിംഗ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് സാധാരണ നമുക്ക് നമ്മുടെ +2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളത്. പിന്നെ ഗ്രാമർ സെക്ഷനിൽ എഡിറ്റ് ദ പാസേജ്, റിപ്പോർട്ട് സ്പീച്ച്, ഇഡിയംസ്, ഒരുപക്ഷെ കോൺകോഡ്, ഇഫ് ക്ലോസ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ സാധാരണ +2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളത്. ഇനി +1-ൽ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്രിസിയേഷൻ, സ്പീച്ച്, പ്രൊഫൈൽ മേക്കിംഗ്, ക്യാരക്ടർ സ്കെച്ച്, ട്രാവൽ എസ്സേ, ട്രാവൽ ഇൻഫോ, ഓക്കെ. ഇത്തരത്തിലുള്ള പിന്നെ റൈറ്റപ്പ്, ഈ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് +1 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ പറയപ്പെടുന്ന എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ഒരു ഫോമാറ്റ്, സിമ്പിളായ ഫോമാറ്റ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ റിപ്ലൈ ആയിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഓരോ ഫോമാറ്റും ഞാൻ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.